എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താണ്ടൂർ സ്റ്റോൺ, കടപ്പ സ്റ്റോൺ, ഇതെല്ലാം എന്ത് തരത്തിലുള്ള സ്റ്റോണുകളാണ് എന്നുള്ളതാണ്. താണ്ടൂർ സ്റ്റോൺ, കടപ്പ സ്റ്റോൺ എന്നെല്ലാം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ കല്ലുകൾ ലൈം സ്റ്റോൺ ആണ്. ഒരു സെഡിമെൻ്ററി റോക്കാണ് ഇവ. പ്രധാനമായും കാൽസ്യം കാർബണേറ്റ് അടങ്ങിയതാണ്. ഇത് മിനറൽ കാൽസൈറ്റ് എന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ മറൈൻ ഡെബ്രീസായ ഷെല്ലുകൾ, കോറലുകൾ, സ്കെൽറ്റൽ ഫ്രാഗ്മെൻറ്റ്സ് എന്നിവ ചേർന്ന് ശേഖരിക്കുകയും കോമ്പാക്ഷൻ വഴി അമർത്തപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇത് രൂപപ്പെടുന്നത്. സാധാരണയായി ഷാലോ മറൈൻ എൻവയറമെൻറ്റ്സ് ആയ റീഫ്സ്, ലഗൂൺസ്, ഓഷ്യൻ ഫ്ലോർസ് എന്നിവിടങ്ങളിലാണ് ലൈം സ്റ്റോൺ രൂപപ്പെടുന്നത്. ചിലപ്പോൾ ഫ്രഷ് വാട്ടർ എൻവയറമെൻറ്റിലും ഇത് രൂപം കൊള്ളാം. ലൈം സ്റ്റോൺ ഒരു ദൃഢവും ശക്തവുമായ ഒരു പാറയാണ്. ഇത് വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. സാധാരണയായി ബിൽഡിംഗ് മെറ്റീരിയലായും കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് മെറ്റീരിയലായും അതുകൂടാതെ നമ്മുടെ മുറ്റം വിരിക്കുന്നതിന് പേവിംഗ് സ്റ്റോണായും ഇത് ഉപയോഗിക്കുന്നു. ലൈം സ്റ്റോൺ സിമൻറ്റ് പ്രൊഡക്ഷനിലും പ്രധാന ഘടകമാണ് എന്നുള്ളത് നാം ആലോചിക്കേണ്ട കാര്യമാണ്. സോയിൽ കണ്ടീഷണറായി കൃഷിയിലും ഫ്ലക്സ് ഇൻ ദ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സിലും ഉപയോഗിക്കുന്നു. കൂടാതെ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ കാൽസ്യം കാർബൈഡ്, ലൈം തുടങ്ങിയവ നിർമ്മിക്കാൻ ലൈം സ്റ്റോൺ ഉപയോഗിക്കുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിങ്ങിൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലൈം സ്റ്റോണായ താണ്ടൂർ സ്റ്റോണും കടപ്പ സ്റ്റോണുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ ഞങ്ങളെ താഴെ കാണിച്ചിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതാണ്.